ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നെന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്ത് കൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. അനേക സഭകളിൽ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നത് സഹോദരിമാരാണ്. കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനുള്ള പ്രത്യേക കഴിവ് സഹോദരിമാർക്ക് ദൈവം കൊടുത്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സാധാരണയായി ഭവനങ്ങളിൽ കുഞ്ഞുങ്ങൾ അമ്മമാരുടെ കൂടെയാണ് ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. അവരെ പഠിപ്പിക്കുന്നതും അമ്മമാരാണ്. അങ്ങനെ കുഞ്ഞുങ്ങളെ വീട്ടിൽ പഠിപ്പിച്ച് തുടങ്ങുമ്പോൾ ദൈവത്തിൻ്റെ വചനം അവരെ പഠിപ്പിക്കും. മറ്റുള്ള ലോകത്തിലെ കാര്യങ്ങൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് സാധാരണയായിട്ട് സഹോദരിമാരാണ്. കൊച്ചു ക്ലാസ്സുകളിൽ സാധാരണ നമുക്ക് ഒക്കെ ടീച്ചേഴ്സായിട്ടുള്ളത് സഹോദരിമാരാണ്. അതുകൊണ്ട് സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നതും അനേക സൺഡേ സ്കൂളുകളിൽ സഹോദരിമാരാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ജ്ഞാനിയായ ശലോമോൻ രാജാവ് പല കാര്യങ്ങൾ പിതാവിൽ നിന്ന് പഠിച്ചതിനേക്കാൾ അധികമായിട്ടുള്ള അനേക കാര്യങ്ങൾ അമ്മയിൽ നിന്ന് പഠിച്ചു എന്ന് പറയുന്നുണ്ട്. അവിടെ അനേക ജ്ഞാനമായ കാര്യങ്ങൾ അമ്മയുടെ ജ്ഞാനം അമ്മയിൽ നിന്ന് പഠിച്ചു എന്ന് ഇങ്ങനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദൈവവും സഭയും നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന മഹത്വകരമായ ഒരു ശുശ്രൂഷയാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളത്. ഏത് ജോലിയിലും എന്ന പോലെ ഈ വേലയ്ക്കും ചില നിബന്ധനകളൊക്കെ ഉണ്ട്. ഒന്നാമതായിട്ട് നാം വിശ്വസ്തരായിരിക്കണം. വിശ്വസ്തരായിട്ടുള്ളവർക്ക് മാത്രമേ ശരിയായിട്ട് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്ക് സംഖ്യാപുസ്തകം 12 അധ്യായത്തിൻ്റെ 7-ാം വാക്യം ഒന്ന് വായിക്കാം. സംഖ്യ 12-ന്റെ 7-ാം വാക്യത്തിൽ നാം കാണുന്നത്, എൻ്റെ ദാസനായ മോശയോ അങ്ങനെയല്ല, അവൻ എൻ്റെ ഗൃഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു. അതുപോലെ തന്നെ സംഖ്യാപുസ്തകം, അതുപോലെ തന്നെ സദർശവാക്യങ്ങൾ 20-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ നാം കാണുന്നത്, മിക്ക മനുഷ്യരും തങ്ങളോട് ദയാലുവായ ഒരുത്തനെ കാണും, എന്നാൽ വിശ്വസ്തനായ ഒരുത്തനെ ആർ കണ്ടെത്തും. വിശ്വസ്തന്മാർ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് സങ്കീർത്തനങ്ങൾ വായിക്കുവാനായിട്ട് സാധിക്കും. വിശ്വസ്തന്മാർ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്നാൽ വിശ്വസ്തന്മാർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ശുശ്രൂഷയിൽ, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ശുശ്രൂഷയിൽ, കൊച്ചു കുഞ്ഞുങ്ങളാണ്, അവരെ പഠിപ്പിക്കുന്ന ശുശ്രൂഷയിൽ നാം വിശ്വസ്തരായിരിക്കണം എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. മോശയെക്കുറിച്ച് പറയുമ്പോൾ മോശ തൻ്റെ സകല ഭവനത്തിലും തൻ്റെ സകല കാര്യങ്ങളിലും വിശ്വസ്തനായിരുന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ വിശ്വസ്തനായ മോശയെക്കുറിച്ച് ദൈവാത്മാവ് എടുത്തു പറയുന്നതിൻ്റെ കാരണം ആ വിശ്വസ്തത ഒരു ദൈവത്തിൻ്റെ മക്കൾക്ക് ആവശ്യമാണ്. ഏത് കാര്യത്തിലും അല്പത്തിൽ വിശ്വസ്തനായവനെ ഞാൻ അധികത്തിലും വിചാരകനാക്കും. അപ്പോൾ ചെറിയ കാര്യങ്ങൾ പോലും വിശ്വസ്തരായിട്ട് ജീവിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. സൺഡേ സ്കൂൾ മിനിസ്ട്രി എന്ന് പറയുമ്പോൾ, സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ, നാം അവരെ പഠിപ്പിക്കുന്നത് അവർ കൊച്ചു കുഞ്ഞുങ്ങളായതുകൊണ്ട് നാം പ്രിപ്പയർ ചെയ്ത് വരാതെ പഠിപ്പിച്ചാലും അവർക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കത്തില്ല. വലിയ ക്ലാസ്സിലെടുക്കുമ്പോഴും മറ്റേ മീറ്റിങ്ങുകളൊക്കെ സംസാരിക്കുമ്പോഴും നാം പ്രിപ്പയർ ചെയ്യാതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഒരുക്കമില്ലാതെ വന്നിട്ടുണ്ടെങ്കിൽ, അത് നമ്മളുടെ പ്രസംഗത്തിലും നമ്മുടെ ക്ലാസ്സുകളിലും കാണുവാനായിട്ട് സാധിക്കും. അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ ഒരു കൊച്ചു കുഞ്ഞുങ്ങളുടെ ക്ലാസ്സിൽ നാം ഇരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാകത്തില്ല നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടാണോ വന്നതെന്ന്. എന്നാൽ ഒരു സൺഡേ സ്കൂൾ ടീച്ചർ എന്ന രീതിയിൽ ദൈവവും സഭയും കൊടുത്തിരിക്കുന്ന ശുശ്രൂഷ എന്ന് മനസ്സിലാക്കുമ്പോൾ അവർ വിശ്വസ്തരായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. രണ്ടാമതായിട്ട് നമുക്ക് അവർ സ്നേഹത്തിൽ ചെയ്യേണ്ട ശുശ്രൂഷയാണ്. സ്നേഹത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ ശുശ്രൂഷകൾ സ്നേഹത്തിൽ ചെയ്തില്ലെങ്കിൽ അതിന് ഫലമില്ല എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കർത്താവ് നമ്മളെ സ്നേഹിച്ച് തൻ്റെ മക്കളാക്കി തീർത്തത് ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആധിക്യം കൊണ്ടാണ്. അതിന് ചിലത് കൊടുത്തിട്ടുമാണ് ദൈവം നമ്മളെ മക്കളാക്കി തീർത്തത്. അപ്പോൾ നമ്മൾ കുഞ്ഞുമക്കളെ പഠിപ്പിക്കുമ്പോൾ ഇത് സ്നേഹത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ശുശ്രൂഷയാണ്. 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൽ നാം കാണുന്നത്, നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ചത് എൻ്റെ പുത്രനെ നമ്മുടെ പാവങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചു തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. പ്രിയമുള്ളവരെ, ദൈവം നമ്മെ ഇങ്ങനെ സ്നേഹിച്ചുവെങ്കിൽ നാമും അന്യോന്യം സ്നേഹിക്കേണ്ടതാണ്. ഇത് മൊത്തമായ സ്നേഹത്തെക്കുറിച്ച് പറയുന്നതാണ്. എന്നാൽ ഒരു ശുശ്രൂഷയോടുള്ള ബന്ധത്തിലും ഈ സ്നേഹം വളരെ അത്യന്താപേക്ഷിതമാണ്. അവിടെ ഞാൻ 1 കൊരിന്ത്യർ 13-ന്റെ 1-ാം വാക്യത്തിൽ ഞാൻ പറയുന്നത്, ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകൾ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ
മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. അപ്പോൾ സ്നേഹമില്ലാതെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് സാധിക്കും. അവിശ്വസ്തയോടുകൂടിയും സ്നേഹമില്ലായ്മയും കൊണ്ടും ശുശ്രൂഷകൾ പലതും ചെയ്യുവാനായിട്ട് സാധിക്കും. എന്നാൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ സ്നേഹത്തിൽ ചെയ്യുന്ന ശുശ്രൂഷയ്ക്ക് മാത്രമേ അതിന് വിലയുള്ളൂ എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സ്നേഹത്തിൽ ചെയ്യുന്ന ശുശ്രൂഷകളിൽ നാം സ്നേഹത്തിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഫലം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഈ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ആ കുഞ്ഞുങ്ങളെ സ്നേഹിച്ച് അവരുടെ ഭാവി ഓർത്ത് സ്നേഹിച്ച് വേണം ഈ പഠിപ്പിക്കുന്ന വചനങ്ങൾ അവർക്ക് അനുഗ്രഹത്തിന് കാരണമായി തീരണം എന്നുള്ള ആഗ്രഹം നമുക്ക് ഉണ്ടാകണം. അത് സ്നേഹത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ശുശ്രൂഷയാണ്. മൂന്നാമതായത് പ്രാർത്ഥനയുടെ ശുശ്രൂഷയാണ് സഹോദരിമാരെ ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക എന്നാൽ. കാരണം എന്താണെന്ന് വെച്ചാൽ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 7 മുതലുള്ള വാക്യത്തിൽ നമ്മൾ കാണുന്നു, യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും, യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു. ഈ കുഞ്ഞുങ്ങളെ അവർ രക്ഷിക്കപ്പെടുവാൻ വേണ്ടി നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർ സ്നാനപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അവരുടെ ഭാവി അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് പ്രാർത്ഥിക്കണം. മാത്രമല്ല അവരെ നടത്തി കഴിയുമ്പോൾ നാം അവരുടെ ആത്മീയ മാതാവാണ് എന്നുള്ള ബോധത്തോടു കൂടെ ആ കുഞ്ഞുങ്ങളെ ഓർത്ത് നാം പ്രാർത്ഥിക്കണം. കുഞ്ഞുങ്ങളെ ഓർത്ത് സ്നേഹിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആ ശത്രുക്കളെ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് അവർ സ്നേഹമില്ലാതെ പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഗ്രാജുവലി ആ ശത്രുത മാറുവാനായിട്ട് ഇടയായിട്ട് തീരും. അപ്പോൾ സ്നേഹത്തിൽ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ശുശ്രൂഷയാണ് അത്. ആ സ്നേഹത്തിൽ ചെയ്യുന്ന ശുശ്രൂഷ അത് പ്രാർത്ഥന കൊണ്ടുള്ള ശുശ്രൂഷയായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മറ്റുള്ളവരുടെ ഈ ലോകത്തിൽ നമ്മുടെ ആ കുഞ്ഞുങ്ങൾ സൺഡേ സ്കൂളിലെ കുഞ്ഞുങ്ങൾ പോവുകയാണ്. അവർ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ വിശ്വസ്തരും നല്ല കുട്ടികളുമായിട്ട് ജീവിക്കണമെന്ന് മാത്രമല്ല ഈ ലോകത്തിൽ തന്നെ അവർ മിടുക്കരായിട്ട് ജീവിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്ന സൺഡേ സ്കൂളിലെ ഓരോ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നാം പഠിപ്പിച്ച കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ലോകത്തിൽ ശ്രേഷ്ഠരായിട്ട് തീരണം. മാത്രമല്ല അവർ നിത്യതയിൽ അവർ രക്ഷിക്കപ്പെട്ടവരും സ്നാനപ്പെട്ടവരും വിശുദ്ധിയിൽ ജീവിക്കുന്നവരും അവരുടെ ക്രിസ്ത്യ ജീവിതം ജയത്തോടെ ജീവിക്കുന്ന കുഞ്ഞുങ്ങളായിരിക്കണം എന്ന് നാം അവർക്ക് വേണ്ടി മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കണം. യാചിപ്പിൻ എന്ന് നാം മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്നുള്ളത് ഈ കാര്യത്തിൽ നമ്മുടെ സൺഡേ സ്കൂൾ പഠിപ്പിച്ച അനേക കുഞ്ഞുങ്ങൾ കാണും. അനേക വർഷങ്ങൾ കൊണ്ടായിരിക്കും നമ്മൾ പഠിപ്പിച്ചത്. എന്നാൽ എൻ്റെ ക്ലാസ്സിൽ പഠിച്ച കുട്ടികൾ അവർ രക്ഷിക്കപ്പെട്ടവരായിരിക്കണം, അവർ സ്നാനപ്പെട്ടവരായിരിക്കണം, അവർ വിശുദ്ധിയിൽ എൻ്റെ കുഞ്ഞുങ്ങളെപ്പോലെ തന്നെ അവർ വിശുദ്ധിയിൽ ജീവിക്കുന്നവരായിരിക്കണം. അവർ ഈ ലോകത്തിലും മാത്രമല്ല അവർ ആത്മീയത്തിലും ലൗകികത്തിലും അവർ അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞുങ്ങളായിട്ട് നിലനിൽക്കണം എന്നുള്ളത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമാണ്. നാലാമതായി വചനം അവരെ ഗൗരവത്തോടെ അവരെ പഠിപ്പിക്കണം. മറ്റേ സ്കൂളിൽ പഠിപ്പിക്കുന്ന പോലെ എന്തെങ്കിലുമൊക്കെ എന്നുള്ള ഒന്നല്ല ഈ ബൈബിൾ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ. ബൈബിൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ വിശ്വസ്തരായിട്ട് പഠിപ്പിക്കണം, സ്നേഹത്തിൽ പഠിപ്പിക്കണം, മാത്രമല്ല വളരെ ഗൗരവത്തോടെ പഠിപ്പിക്കേണ്ട ഒരു ശുശ്രൂഷയാണ്. കാരണം മത്തായി എഴുതിയ സുവിശേഷം 24-35 വാക്യത്തിൽ നാം കാണുന്നത് ആകാശം ഭൂമി ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. ഒഴിയാത്ത അല്ലെങ്കിൽ ഒരിക്കലും മാറിപ്പോകാത്ത വചനമാണ് ദൈവത്തിൻ്റെ വചനം. അപ്പോൾ അത് പഠിപ്പിക്കുമ്പോൾ വളരെ ഗൗരവത്തോടെ ഒരു തെറ്റായ ഉപദേശം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ ഒരു തെറ്റായ ആശയം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ ഇടവരാതെ വണ്ണം വളരെ ഗൗരവത്തോടെ പഠിപ്പിക്കേണ്ട ഒരു ശുശ്രൂഷയാണ് സൺഡേ സ്കൂൾ പഠിപ്പിക്കുക എന്നുള്ളത്. അവിടെ ഇത് കാണുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 22-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ പറഞ്ഞ് ഈ പ്രവചന പുസ്തകത്തിലെ വചനത്തിൽ നിന്ന് ആരെങ്കിലും നീക്കിക്കളഞ്ഞാൽ ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജീവവൃക്ഷത്തിലും വിശുദ്ധ നഗരത്തിലും അവനുള്ള അംശം ദൈവം നീക്കിക്കളയുന്നു. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, ഈ പുസ്തകത്തിലെ പ്രവചനങ്ങൾക്ക് ദേവനോട് ഞാൻ സാക്ഷീകരിക്കുന്നു എന്തെന്നാൽ അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ബാധകളെ ദൈവം അവന് വരുത്തും. അപ്പോൾ ഇത് കൂട്ടാനും കുറയ്ക്കാനും പാടില്ല. ദൈവത്തിൻ്റെ വചനമാണ്. അത് അവൻ്റെ ജീവശ്വാസമാണ്. അത് മനസ്സിലാക്കി വിശ്വസ്തയോടുകൂടെ ഗൗരവത്തോടുകൂടെ കുഞ്ഞുങ്ങളെ നാം പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അവസാനമായിട്ട് 5-ാമതായിട്ട്
ഇത് കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു ശുശ്രൂഷയാണ്. നാം പഠിപ്പിച്ചിട്ടുള്ള കുഞ്ഞുങ്ങളെക്കുറിച്ച് ഒരു കണക്ക് നാം ബോധിപ്പിക്കണം. നാം അത്രേ അതിനെക്കുറിച്ച് ഉണ്ടായിട്ടുണ്ടാകുകയില്ല. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഞാൻ ഇതിനു മുമ്പ് അങ്ങനെ അനേകം നാളുകൾ ഞാൻ ചിന്തിച്ചിട്ടില്ല. എന്നാൽ കണക്ക് കൊടുക്കേണ്ട ഒരു ശുശ്രൂഷയാണ് സൺഡേ സ്കൂൾ പഠിപ്പിക്കുക എന്നുള്ളത്. അത് ചെറിയൊരു ശുശ്രൂഷയല്ല കേട്ടോ, വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ശുശ്രൂഷയാണ്. നമുക്കറിയാം, മൂപ്പന്മാരോടുള്ള ബന്ധത്തിൽ പറയുന്നുണ്ട്, അവർ കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും എന്ന് പറയുന്നുണ്ട്. എബ്രായ ലേഖനം 13:17 മധ്യത്തിൽ 17 വാക്യത്തിൽ അത് പറയുന്നു, നിങ്ങളെ നടത്തുന്നവരനുസരിച്ച് കീഴടങ്ങിയിരിപ്പിൻ, അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകിയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിച്ചു. ഇതവ ഞെരുക്കിക്കൊണ്ടല്ല സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തുവിൻ, അല്ല ഞാൻ നിങ്ങൾക്ക് നന്നല്ല. ഇവിടെ നമുക്ക് കാണുന്നത് നന്നല്ല എന്നുള്ള ഭാഗം പറയുവാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. നാം ഒരു ശുശ്രൂഷ ചെയ്യുമ്പോൾ അതിന് കണക്ക് കൊടുക്കണം നിത്യതയിൽ എന്ന് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. നാം ചെയ്യുന്ന ഏത് ശുശ്രൂഷയ്ക്കും കണക്ക് കൊടുക്കണം എന്നുള്ളത് ശരിയാണ്. എന്നിരുന്നാൽ അതുപോലെ തന്നെ നമ്മുടെ ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിപ്പിക്കുമ്പോൾ നാം ഒന്ന് ഓർക്കണം സഹോദരിമാരെ, നമ്മളിത് ഒരു ദിവസം നമ്മൾക്കിതിന് കണക്ക് കൊടുക്കണം എന്നുള്ളത് നാം മറന്നു പോകാൻ പാടില്ല. പലപ്പോഴും നാം കൊച്ചു കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനായിട്ട് നാം സൺഡേ സ്കൂളിൽ പോകുമ്പോൾ നാം ഇതൊന്നും ഓർക്കത്തില്ല. എങ്ങനെയെങ്കിലും ഓരോ ദിവസങ്ങളും നമ്മൾ പഠിപ്പിച്ച് നമുക്കറിയാലോ എന്നുള്ള ചിന്തയോടുകൂടെ നാം പഠിപ്പിക്കും. എന്നാൽ അതല്ല, ഒരു ദിവസം അത് നാം കണക്ക് കൊടുക്കേണ്ട ഒരു ശുശ്രൂഷയാണ് എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ വലിപ്പം എത്രമാത്രം എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വരുന്ന ദിവസങ്ങളിൽ ഇത് ഇങ്ങനെ ഒരു ദിവസം ഇതിന് നാം കണക്ക് കൊടുക്കണമെന്ന ബോധത്തോടു കൂടെ വരുന്ന ദിവസങ്ങളിൽ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിപ്പാൻ ദൈവം ഓരോരുത്തരെ സഹായിക്കട്ടെ. പ്രിയ സഹോദരിമാരെ, നമ്മളോടുള്ള ബന്ധത്തിലും നാം എന്ത് ശുശ്രൂഷ ചെയ്താലും നാം ചെയ്യുന്ന ശുശ്രൂഷകൾ ഇങ്ങനെ ദൈവം അതിൽ നിന്ന് അത് വിശ്വസ്തയോടെ ചെയ്യണം, അത് സ്നേഹത്തിൽ ചെയ്യണം, പ്രാർത്ഥനയിൽ ചെയ്യണം, ഗൗരവത്തോടെ ചെയ്യണം, കണക്ക് കൊടുക്കേണ്ടതാണെന്നുള്ള ചിന്തയോടുകൂടെ ചെയ്യണം എന്ന് ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. വരുന്ന ദിവസങ്ങളിൽ വിശ്വസ്തയോടുകൂടെ സത്യസന്ധതയോടുകൂടെ സ്നേഹത്തിൽ നമ്മുടെ ശുശ്രൂഷകൾ ഓരോന്നും ചെയ്യുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.